അനുമോൾ അക്ബറിൻ്റെ അടുത്തോട്ട് വന്നേ. ഹായ് അക്ബർ. എന്താണ്? അയ്യാ, അക്ബർ ആകെ ഞെട്ടി. ഇവിടെ ഇരുന്നോട്ടെ, ഇങ്ങനെ വന്നിരുന്നിട്ടില്ലേ അല്ലേ അനുമോള് ചോദിക്കുക. അല്ല, എന്താ എന്താ അടുത്ത എന്താ പറയാ? പിന്നെ ഞാനേ ഒന്നും ഒന്നും പറയാനും ഒക്കുന്നില്ലല്ലോ ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് തിരിയുകയാണ്. അനുമോൾ ആകെ ചമ്മി കണക്ക്. അനുമോൾ ചോദിക്കുക പുറത്തിരിക്കുക, അല്ലെങ്കിൽ വേണ്ട ഇവിടെ ഇരിക്കുക. അക്ബർ ചോദിക്കുക നീ ആരെൻ്റെ കാമുകിയാ? പുറത്തിരിക്കാന്ന് പറയാൻ എന്താ സംഭവം? എടാ ഒന്നും ഇല്ലടാ, അയ്യോ ഇതെന്തോ സംഭവം, ഞാൻ പിന്നെ സംസാരിക്കാന്ന് പറഞ്ഞ അനുമോളങ്ങ് നടക്കുകയാണ്. എന്താണ്, ഞാൻ ലാസ്റ്റ് വരാം നിൻ്റെ അടുത്തുനിന്ന്, ഞാൻ കറങ്ങി തിരിഞ്ഞിട്ട് ലാസ്റ്റ് വരാമെന്ന്. അപ്പോഴത്തേക്ക് ആദിലയും നിവിനും കൂടെ വന്നു. ഈ സാധനം സിങ്ക് ആവുന്നില്ലടിയെന്ന്. സിങ്കോ? എന്തോന്ന് സിങ്ക്? ഇതൊന്നും ആവുന്നില്ല. അപ്പോഴത്തേക്ക് ആദിലയും നിവിനും പറയാം പോലെ 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 പോലെ. അക്ബറെ മുട മാറ്റും നിവിൻ പറയാ. എടാ ഞാനെന്ത് മുട കാണിച്ചു? മതി 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 നിവിൻ പറയാണ്. ഞാൻ പറഞ്ഞോടാ നമുക്ക് പുറത്തിരുന്ന് സംസാരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു നീ എന്തോ എൻ്റെ കാമുകിയെന്ന്. ഇവിടെ ഇരുന്ന് സംസാരിച്ചോട്ടെ നിവിന്. എന്താണ് എന്താണ് സംഭവം എന്താണെന്ന് പറയാം. അക്ബർ സംസാരിക്കുന്നു പറഞ്ഞ് അനുമോളെ കൊണ്ടുവന്ന് അവിടെ അങ്ങ് ഇരുത്തി. എന്നിട്ട് അവർ രണ്ടുപേരോടെ നിൽക്കുകയാണ്. അനുമോള് പറയാൻ അയ്യോ ഈ മുഖം കാണുമ്പോഴുണ്ടല്ലോ ചുമരിലെടുത്ത് വെച്ച് എനിക്ക് തേക്കാൻ തോന്നുന്നു. ഇതേക്ക് അക്ബർ ഇത് പാടുന്നു. എന്താണ് അനുമോളെ നീ അടി ഉണ്ടാക്കുന്ന എന്ന് പറഞ്ഞിട്ട് പാട്ട് പാടുമല്ലോ, അത് പാടുന്നു. അനുമോളെ പിടിച്ചവിടെ ഇരുത്തി. അപ്പം എന്നിട്ട് അക്ബർ എന്താണ് സംഭവം എന്താണ്? എന്നിട്ട് പറയാം പറയുമെന്ന് പറഞ്ഞിട്ട് നിവിനോടിരുന്നു. നീ ഇത് കേക്ക്, അനുമോള് പറയുന്ന കേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നിവിനും ആദിലയും കൂടെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനായിട്ട് പോവുക. അതിൽ പറയുന്ന കാര്യമായിട്ട് പറഞ്ഞാൽ അവർ സംസാരിക്കാൻ വന്നയാ, സംസാരിക്കുക ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് എല്ലാം സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നിവിനും ആദിലയും കൂടെ പോയി. അനുമോള് വീണ്ടും കട്ടിലിരിക്കുക അക്ബറിൻ്റെ അടുത്ത്. ഇതുവരെ എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കാനല്ലേ പറ്റത്തോളം എന്ന് അനുമോള് ചോദിക്കുന്നു. സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ക്ഷമ ചോദിക്കാനേ പറ്റത്തോളം എന്ന് അക്ബർ പറയുന്നു. പറഞ്ഞ വാക്കുകളൊന്നും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. ഞാൻ നിനക്കെതിരെ ഒരു കിടിലൻ ട്രാപ്പ് സെറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ആണോ? അതൊക്കെ എനിക്കിഷ്ടമാണ്, അതൊക്കെ പാടിക്കോ അനുമോള്, അതൊക്കെ ഞാൻ എൻജോയ് ചെയ്യുക, അതെനിക്കതൊന്നും ഒരു പ്രശ്നമല്ല. ഇങ്ങനെ പാടാൻ വേണ്ടി നിൽക്കുമ്പോൾ നീ ഇങ്ങനെ വന്ന് ക്ഷമ ചോദിക്കുമ്പോഴാണെന്ന് പറഞ്ഞ് അക്ബർ ഇരുന്ന് ചിരിക്കുകയാണ്. ഇല്ലില്ല അങ്ങനൊന്നുമില്ല, അതൊക്കെ പാടിക്കോ. കഴിഞ്ഞ പ്രാവശ്യം നീ ഇറങ്ങിപ്പോയതിൻ്റെ നീ വെസൽ കഴുകാതെ മാറിയുന്നതിൻ്റെയൊക്കെ ഒരു റാപ്പ് റെഡിയാക്കി വെച്ചിരിക്കുക ഞാൻ. അതൊക്കെ വേണം അനുമോള് പറയുന്നത്. അല്ല അത് അവസാനം ചെയ്ത റാപ്പാണ്, അതും കൂടെ വേണം, അത് ഞാൻ പാടും എന്തായാലും എന്ന് പറയുന്നു. നീ സോറി പറഞ്ഞതുകൊണ്ട് ഞാനത് പാടാതിരിക്കത്തില്ലെന്ന് അക്ബർ. കുഴപ്പമില്ല അതൊക്കെ പാടിക്കുമെന്ന് അക്ബർ അനുമോള് പറയുന്നു. നീ ഏറ്റവും കൂടുതൽ സോങ് പാടിയിട്ടുള്ള എൻ്റെ പേര് തന്നെയല്ലേ? അല്ല റാപ്പ് ഞാൻ പാടിയിട്ടില്ലെന്ന് അക്ബർ പറയുന്നു. പാട്ടുകൾ ഉണ്ടാക്കി പാടിയിട്ടില്ലേ? അത് ഏറ്റവും കൂടുതൽ എൻ്റെ പേരിലല്ലേ എന്ന് അനുമോള് ചോദിക്കുന്നു. എല്ലാവരുടെ പേരിലും പാടിയിട്ടുണ്ട്, പക്ഷേ നിൻ്റെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളത്. അത് നമ്മൾ രണ്ടുപേരും തുടക്കം മുതൽ സിങ്കല്ല. അതാ ആ ബെഡിൽ അന്ന് തൊട്ട് തുടങ്ങിയതാണ്. അതെന്താണെന്നറിയില്ല, നമ്മൾ തമ്മിൽ അങ്ങനെ ആകണമെന്നൊരു തീരുമാനം ഉണ്ടായിരിക്കും എന്ന് പറയുന്നു. എൻ്റെ ഒരു റിക്വസ്റ്റാണ്, ഞാൻ ഗെയിം കളിക്കുമ്പോൾ ടാസ്കിൻ്റെ ഇടയിൽ ഞാൻ മറ്റാരെയും നോക്കാറില്ല. മനസ്സിലായി? നീ ഗെയിമിൽ നിൽക്കുമ്പോൾ തൊട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ നോക്കാറില്ല. പിന്നെ ഞാൻ ടാസ്കിനിടയിൽ പറ്റിയ സംഭവങ്ങൾക്കൊക്കെ സോറി പറയാറുണ്ട്. അന്ന് എന്താണെന്ന് പറഞ്ഞാലെടാ, എനിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ മൂക്കിന് വയ്യാതിരിക്കുകയായിരുന്നു. അത് അവനാണ് എന്നെ തല്ലിയെന്ന് അക്ബർ പറയുമ്പോൾ അതെനിക്കറിയാം, ഞാൻ കാണുന്നുണ്ട്, മിററിൽ കൂടെ ഞാൻ കാണുന്നുണ്ടായിരുന്നു. നിനക്ക് ഹേർട്ടായെന്ന് അറിയുന്നത് ഞാൻ ഈ സംഭവം നീ എന്നെ പറഞ്ഞെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ്. ഞാൻ അതെല്ലാം കഴിഞ്ഞപ്പോൾ ആവി എടുത്തുകൊണ്ട് ഓടി. നീയും അല്ല പറയുന്നത്, ലക്ഷ്മി പിന്നീട് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് നിനക്കത് വേദനിച്ചെന്ന്. എനിക്ക് മൂക്കിനൊരു സർജറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് അത് എടുത്തു കഴിഞ്ഞാൽ 1 മാസം എനിക്ക് റെസ്റ്റ് എടുക്കണമായിരുന്നു. മൂക്കിൽ കെട്ടി ഇങ്ങനെ വയ്ക്കുമ്പോൾ വായിൽ കൂടെ ശ്വാസം വിടാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അപ്പോഴാണ് ഇവിടുന്ന് കോളുവന്ന് ഞാൻ ഇങ്ങോട്ട് വരണമെന്നായി. അപ്പം ഞാൻ പിന്നെ അത് ചെയ്തില്ല. അപ്പം നീ ഇങ്ങനെ സംഭവിച്ചപ്പോഴത്തേക്ക് എനിക്ക് പേടിയായിപ്പോയി. അതാണ് കൂടുതലും. നിൻ്റെ മൂക്കിടിച്ച് പരത്താനോ ഒന്നുമല്ല, നീ മനഃപൂർവ്വം ചെയ്യുന്നല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് മൂക്കിൻ്റെ അടുത്ത് നിന്ന് ആ ചോരയൊക്കെ വന്ന് എനിക്കിനി കൺവെൻഷൻ റൂമിൽ പോകാനും വയ്യ, എനിക്ക് പേടിയായിപ്പോയി. പിന്നെ എന്തെങ്കിലും വന്നാൽ ഇനി 2ാമത്തെ ടാസ്കേ ആയിട്ടുള്ളൂ, ഇനി 3ാമത്തെ കളിക്കാനും പറ്റത്തില്ല. അങ്ങനെയൊക്കെയുള്ള എനിക്ക് ടെൻഷനും പിന്നെ അത് പേടിയും അതിൻ്റെ കൂടെ എനിക്ക് വേദനയും എല്ലാം കൂടെ ആയിരുന്നു എനിക്ക്. ഇയാൾ കാരണം എനിക്ക് ഇവിടുന്ന് പുറത്തു പോകേണ്ടി വരുമോ, ആ ഒരു ദേഷ്യമൊക്കെയാണ് എനിക്ക്. അക്ബർ പറയാം നീ പറഞ്ഞിട്ടുണ്ട് പല്ല് തേക്കത്തില്ല, ഞാൻ കുളിക്കാറില്ല, സ്മെല്ല് വരുന്നുണ്ട്. ഇതൊന്നും ഞാൻ അങ്ങനെ എഴുന്നോട്ടെന്നുള്ള രീതി മൈൻഡിൽ ഞാൻ വിട്ടിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഒഴിവാക്കിയതാണ്. പക്ഷേ ആ ബസ്സിൽ കയറുന്ന പോലെ എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊരു വലിയ ടോക്കാണ്, മനസ്സിലായില്ലേ? നീ അങ്ങനത്തെ ആൾക്കാരെ വിളിച്ചോ, പക്ഷേ അങ്ങനെ വ്യക്തിപരമായിട്ട് അറിഞ്ഞൂടാത്ത ഒരാളുടെ അടുത്ത് പറയില്ലോ. അതൊക്കെ പറഞ്ഞ് അവർ സോറിയൊക്കെ പറയണം, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറഞ്ഞ് സോൾവ് ആക്കി രണ്ടുപേരും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ. ആദ്യമൊക്കെ അക്ബർ കുറച്ച് മസിൽ പിടിച്ചിരുന്നെങ്കിലും അവസാനം വന്നപ്പോൾ അക്ബർ നല്ല രീതിയിൽ അനുമോളോട് സംസാരിച്ച്.